എല്ലാവർക്കും എൻ്റെ പൊൻവീണ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷൈല രാജൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ലളിതഗാന മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലളിതഗാനത്തിൻ്റെതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതത്തിനും LP വിഭാഗം കുട്ടികൾ സബ് ജില്ല വരെയും UP വിഭാഗം കുട്ടികൾ ജില്ല വരെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റേറ്റിലേക്കും മത്സരത്തിന് പോകുന്നു. അപ്പോൾ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഗാന മത്സരത്തിൻ്റെ സമയം 10 മിനിറ്റാണ്. അപ്പോൾ നമ്മൾ 9.5 മിനിറ്റിൽ പാടി അവസാനിപ്പിക്കണം. പിന്നെ ശാസ്ത്രീയ സംഗീതത്തിന് പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ സംഗീതം പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ നിർബന്ധമായും ജണ്ട വരിശകൾ നമ്മൾ സാധകം ചെയ്യണം. ജണ്ട വരിശകൾ സാധകം ചെയ്യുമ്പോൾ ഒരക്ഷരത്തെ തള്ളിയാണ് ജണ്ട വരിശകൾ അപ്പോൾ നമ്മൾ പാടുന്നത്. അപ്പോൾ സാധകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ എല്ലാ സംഗതികളും നമുക്ക് വരും. അപ്പോൾ നമ്മൾ മത്സരത്തിന് മുൻപായി തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്പം ചൂടുവെള്ളം കുടിച്ച് തൊണ്ടയൊക്കെ ക്ലിയറായി നമ്മൾ വേദിയൊക്കെ നമിച്ചുകൊണ്ട് നമ്മൾ പങ്കെടുക്കുമ്പോൾ ആദ്യം തന്നെ ഈ 9.5 മിനിറ്റിൽ ആദ്യം പാടേണ്ടത് രാഗമാണ്. കൃതിയായാലും കീർത്തനായാലും ഏത് രാഗത്തിലാണെന്ന് വെച്ചാൽ പാട്ടിൻ്റെ അതേ കീർത്തനത്തിൻ്റെ അതേ രാഗം തന്നെയായിരിക്കും നമ്മൾ രാഗം വിസ്തരിക്കുന്നത്. ഒരു 2 മിനിറ്റോ 1.5 മിനിറ്റ് കൊണ്ട് രാഗം വിസ്തരിക്കാം. അതിനുശേഷം കൃതിയോ കീർത്തനം പാടിയതിന് ശേഷം നമ്മൾ നിരവൽ പാടണം, മനോധർമ്മം പാടണം, ചിട്ടസ്വരം പാടണം. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഈ 9.5 മിനിറ്റിൽ പാടി അവസാനിച്ച് നന്നായി പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1ാം സമ്മാനം ഉറപ്പാണ്. അത് തന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, നമുക്ക് ശ്രുതി ഉപയോഗിക്കാം. അപ്പം നമ്മൾ ശ്രുതി ഇട്ട് ഏത് ശ്രുതിയിലാണോ ഏത് കട്ടയ്ക്കേ പാടുക വെച്ചാൽ ശ്രുതി ബോക്സ് നമുക്ക് അനുവദനീയമാണ്. അപ്പോൾ നമ്മൾ ശ്രുതി വെച്ച് ആ ശ്രുതിയിൽ വെച്ച് വലത്തെ തൊടയിൽ വലത്തെ കൈ കൊണ്ട് താളം പിടിച്ച് ഏത് താളത്തിലാണോ പാടുന്നത് എന്ന് വെച്ചാൽ ആ താളത്തിൽ പാടുക, ഭംഗിയായിട്ട് പാടുക. ശ്രുതി ചേർന്ന് പാടിക്കഴിഞ്ഞാൽ ഒരിതില്ലേ, ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരോ സംഗീതം. അപ്പൊ ശ്രുതിയും താളവും ലയം എല്ലാം കൂടി നിങ്ങൾ മനോഹരമായി പാടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടും. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് ആഭേരി. ആഭേരി രാഗത്തില് ഒരുപാട് സിനിമാ പാട്ടുകളുണ്ട്. ആഭേരി രാഗം എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളിച്ച് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഫീല് വരും. എല്ലാ വികാരങ്ങളും ഉൾക്കൊണ്ട് പാടാൻ പറ്റിയൊരു രാഗമാണ് ആഭേരി രാഗം. സിനിമ പാട്ട് അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എത്തി മുകൾ. ആ പാട്ട് ഈ ആഭേരി രാഗത്തിനകത്ത് തന്നെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ആ പാട്ട് ഇതാണ്. പിന്നെ കുയിലിന്റെ മണിനാദം കേട്ടു ആ പാട്ട് ആഭേരി രാഗമാണ്. അത് തന്നെ മോഹൻലാലിന്റെ ഒരു പടമില്ലേ, തേന്മാവിൻ കൊമ്പത്ത്, അതിനകത്തൊരു പാട്ടുണ്ട്, കള്ളിപ്പൂങ്കുയിലെ കന്നി തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലു നീ. അങ്ങനെ കുറേ പാട്ടുകൾ ഈ ആഭേരി രാഗത്തിലുണ്ട്. അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കീർത്തനമാണ് നഗുമോ. അത് ആഭേരി രാഗത്തിൽ നഗരാംഗ ധരണീതു പരിവാരു നഗരാജ ധരണി ഇതു പരിവാരു ഓഗി ബോധന ജെ സേവാ അരുലുകാരേ എടുലന്തുതു രാനി ഓഗി ബോധന ജെ സേവാ അരുലുകാരേ
ఎడులం దుదు రాని నగ్గుమో గెన్నలేని నాయా ali delisi nanu bro aga aga swire buarani tagumu o mugenele അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശാസ്ത്ര സംഗീതത്തിന് മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഗ്രൂപ്പ് സോങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ